ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2022-23 വർഷത്തെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം അഥവാ സെക്കൻഡ് ടേമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റുകളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. ഈ വീഡിയോ മാത്രം നോക്കാതെ നിങ്ങൾ പഠിച്ച് വീഡിയോ 1-2 വീഡിയോയും കൂടെ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. താഴെ കൊടുത്ത ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ് താഴെ തന്നിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കാം. ഓരോ ഋതുക്കളും വരുന്നതിന് മുമ്പ് ഏത് ജീവിക്കും അത് തിരിച്ചറിയാനാകും. മനുഷ്യനും അത്തരത്തിലായിരുന്നു. വേനൽക്കാലത്തിൻ്റെ വരവും ഞാനത് അനുഭവിച്ചു. മഞ്ഞുകാലത്തിൻ്റെ മറവിൽ നിൽക്കുന്ന വേനൽക്കാലം. അപ്പോൾ വീശുന്ന കാറ്റിന് പോലും വേനലിൻ്റെ ഗന്ധമുണ്ടാവും. ഇലകൾ പഴുത്തു തുടങ്ങുന്നതിൻ്റേതാകാം, മണ്ണ് വരണ്ടു തുടങ്ങിയതിൻ്റേതാകാം, എവിടെയോ വരണ്ട മണ്ണടരുകൾ ജലം വാർന്നതിൻ്റേതാകാം. ചില കാട്ടുവൃക്ഷങ്ങളിലും സസ്യങ്ങളിലും താഴെ നിന്ന് ഇലകൾ പഴുത്തു തുടങ്ങുമ്പോൾ വേറെ ചിലതിൽ മുകളിൽ നിന്ന് ആ പ്രക്രിയ ആരംഭിക്കുകയായി. ചില വിശാലമായ പാറയിൽ കൊച്ചു കൊച്ചു തുരത്തുകൾ പോലെ ഏതാനും പുല്ലുകൾ കുഞ്ഞു ചെടികളും കാണാം. പകൽ മുഴുക്കെ ഏൽക്കുന്ന ചൂടും ചുട്ടുപഴുക്കുന്ന പാറയും ആ കൊച്ചു സസ്യങ്ങളുടെ ഓരോ ദിനങ്ങളെയും പൊളിച്ചു കളയും. അവയൊക്കെ ആദ്യമേ ഉണങ്ങിക്കരിഞ്ഞിട്ടുണ്ടാകും. വേനൽ മഴയ്ക്ക് മുന്നേ മറ്റൊരു മഴ പെട്ടെന്ന് കാടിനുമേൽ പെയ്തൊഴിയും. പഴുത്തു നിൽക്കുന്ന ഇലകൾക്കൊക്കെ പൊഴിച്ചു കളയാനാണത്രേ ആ മഴ. അവലംബം കാടിനെ ചെന്നു തൊടുമ്പോൾ. N.A. നസീർ എഴുതിയ കാടിനെ ചെന്നു തൊടുമ്പോൾ എന്ന ഒരു കഥയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ച് അതിന് താഴെയുള്ള ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മഞ്ഞുകാലത്തിൻ്റെ മറവിൽ നിൽക്കുന്നതാരാണ്? വേനൽക്കാലം, മഴക്കാലം, ശിശിരകാലം. ആരായിരുന്നു? വേനൽക്കാലമാണ്. ഇനി 2, വേനലിന് ഗന്ധം ഉണ്ടാകുന്നതിന് രചയിതാവ് പറയുന്ന ഒരു കാരണം. വരണ്ട മണ്ണരരുകളിൽ ജലം വാർന്നത്, സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്നത്, കസ്തൂരിമാനിന്റെ സാന്നിധ്യമുള്ളത്. എന്തുകൊണ്ടാണ്? വരണ്ട മണ്ണടരുകൾ ജലം വാർന്നതുകൊണ്ടാണ്. ഇനി 3, തുരുത്തുകൾ പോലെ എന്ന പ്രയോഗം കൊണ്ട് രചനയിൽ ഉദ്ദേശിക്കുന്നത് നിരന്നു കാണുന്നു, അവിടെ കാണുന്നു, ഒരിടത്തു മാത്രം കാണുന്നു. എന്താണ് അവിടെ എവിടെ കാണുന്നു എന്നാണ് തുരുത്തുകൾ പോലെ എന്ന് പറയുന്നത്. കാരണം തുരുത്തുകൾ നമ്മൾ എല്ലായിടത്തും കാണില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ടേ കാണുകയുള്ളൂ. 4, വേനൽ മഴയ്ക്ക് മുമ്പേ മറ്റൊരു മഴ പെയ്യുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചെടികൾ വളരുന്നത്, പഴുത്ത ഇലകൾ പൊഴിച്ചു കളയുന്നത്, വഴിമുട്ടിയ അരുവികൾ ഒഴുകുന്നത്. എന്താണ്? പഴുത്ത ഇലകൾ പൊഴിച്ചു കളയുന്നതാണ്. 5ാമത്തെ ചോദ്യം, സസ്യക്കൂട്ടങ്ങളുടെ ദിനങ്ങളെ പൊളിച്ചു കളയുന്നത് എന്താണ്? ചുട്ടുപഴുത്ത ഇരുമ്പ്, തിളക്കുന്ന വെള്ളം, പകൽ മുഴുക്കെ ഏൽക്കുന്ന ചൂട്. ഏതാണ്? പകൽ മുഴുക്കെ ഏൽക്കുന്ന ചൂട് കൊണ്ടാണ് സസ്യക്കൂട്ടങ്ങളെ ദിനങ്ങൾ അത് പൊളിച്ചു കളയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 5 ചോദ്യങ്ങൾ. അവയുടെ ഉത്തരങ്ങളും നമ്മൾ നോക്കി. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 ആണ്. അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക എന്നതാണ്. കതുവനൂർ വീരൻ തയ്യന്റെ കഥകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള മറ്റൊരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. രാത്രികാലങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. മാൻതോലുകൊണ്ടാണ് പാവകൾ നിർമ്മിക്കുന്നത്. എണ്ണ നിറച്ച തേങ്ങാമുറിയിൽ തിരികൾ കത്തിച്ചു വെക്കും. ഈ ദീപങ്ങളുടെ മുന്നിൽ വെക്കുന്ന പാവകളുടെ നിഴൽ വെളുത്ത തിരശീലയിൽ വീഴുന്നു. രാമായണം കഥയാണ് തോൽപ്പാവക്കൂത്തിന്റെ വിഷയം. തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരിൽ ശ്രദ്ധേയനായ പത്മശ്രീ രാമചന്ദ്ര പുലവർ. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനത്തിനെത്തിയ അദ്ദേഹവുമായി അഭിമുഖം നടത്തിയാലോ? അഭിമുഖത്തിനായി 5 ചോദ്യങ്ങളെങ്കിലും ഉൾപ്പെട്ട ചോദ്യാവലി തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് തോൽപ്പാവക്കൂത്ത് കളി എന്ന് പറഞ്ഞാൽ അത് രാമായണ കഥയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായിട്ടുള്ള പ്രശസ്തനായ ഒരു കലാകാരനാണ് നമ്മുടെ പത്മശ്രീ രാമചന്ദ്ര പുലവർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവുമായി നടത്താനുള്ള അഭിമുഖത്തിന്റെ ചോദ്യാവലിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ചോദിക്കാം? തോൽപ്പാവക്കൂത്ത് കലാകാരൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടായ അവിസ്മരണീയമായ അനുഭവം പങ്കുവെക്കാമോ എന്ന് ചോദിക്കാം. അതുപോലെ താങ്കൾ ഈ കലാരംഗത്തേക്ക് എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് എന്ന് ചോദിക്കാം. ഇനി തോൽപ്പാവക്കൂത്തിന്റെ ആവിർഭാവം എവിടെയാണ്? അതിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം. ആരാണ് അങ്ങയുടെ ഗുരു? തോൽപ്പാവക്കൂത്ത് എന്ന കല ജനകീയമാക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആണ് ഉണ്ടാവുക? ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനിയും കൂട്ടുകാരുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് മാത്രം.
ഇനി പ്രവർത്തനം 3 ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ലഹരി ഒരു മരുന്നല്ല, രോഗമാണ്. ലഹരി രഹിത ജീവിതം, നിത്യഹരിത ജീവിതം. ആദ്യം തീ, പിന്നെ പുക, ഒടുവിൽ ചാരം. ലഹരി മരണക്കെണിയാണ്, അതിൽ വീഴാതിരിക്കുക. ജീവിതം ഒരു വിലപ്പെട്ട സമ്മാനമാണ്, അത് മയക്കുമരുന്നിനു വേണ്ടി പാഴാക്കരുത്. വലിച്ചു ചുരുക്കിയതും കുടിച്ചു തീർത്തതുമൊക്കെ നിന്റെ സ്വപ്നങ്ങൾ തന്നെയാണോ? സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന ലഹരി നമുക്ക് വേണ്ട. ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. അപ്പോൾ ലഹരിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം. മുകളിൽ കൊടുത്ത വാക്യങ്ങൾ വായിക്കൂ. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ലഹരി വിമുക്ത കേരളം എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കേരളം നേടിയെടുത്തിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി. റോഡ് അപകടം, ആരോഗ്യ പ്രശ്നം, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, കുറ്റകൃത്യം, ആത്മഹത്യ തുടങ്ങി മദ്യവും മയക്കുമരുന്നും സൃഷ്ടിക്കും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഇല്ലാതാക്കി കേരളത്തെ ഒരു ലഹരി വിമുക്ത സംസ്ഥാനമായി മാറ്റണം. ലഹരിയുടെ വല അനുദിനം വിസ്തൃതമായി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന ലഹരി വിമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് നാം പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ലഘു ഉപന്യാസം ഇതിനെക്കുറിച്ച് എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ചത്തതിനുമൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മരിക്കാനായി ജീവിക്കുന്നു, മരിച്ചതുപോലെ ജീവിക്കുന്നു, മരിച്ചു ജീവിക്കുന്നു. എന്താണ്? മരിച്ചതുപോലെ ജീവിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. ആമുഖ കുറിപ്പ് എഴുതാനാണ്. ഇവിടെ ആമുഖ കുറിപ്പ് എഴുതേണ്ട വിഷയം എന്ന് പറയുന്നത് കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നാടൻ കലാരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ തയ്യാറാക്കുന്ന പതിപ്പിന് ആമുഖ കുറിപ്പ് എഴുതൂ. പതിപ്പിൽ നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ, അതിൻ്റെ ഉത്ഭവം, ഐതിഹ്യം, വേഷം, വാദ്യോപകരണങ്ങൾ, കലാകാരന്മാരുടെ അഭിമുഖം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നമ്മൾ ആ ആമുഖ കുറിപ്പിൽ നിങ്ങൾ എഴുതണം. അപ്പം ചെറിയൊരു ആമുഖ കുറിപ്പ് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതെല്ലാം ഉൾപ്പെടുത്തി ഒന്നും കൂടെ വൈഡ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. മലയാളം പേപ്പറാണ്, അപ്പോൾ മാക്സിമം നമ്മൾ നന്നായിട്ട് എഴുതി പിടിപ്പിക്കണം. ഓക്കെ. ഇനി പ്രവർത്തനം 5ലേക്ക് കടക്കാം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നതാണ്. ഇവിടെ മന്ദപ്പന്റെ അമ്മായി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ഓക്കെ. സ്വന്തം മകനെ പോലെ മന്ദപ്പനെ സ്നേഹിച്ച അമ്മായിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. മുകളിൽ നൽകിയ സൂചനകൾ പാഠഭാഗത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. അപ്പം എന്തൊക്കെ എഴുതാം? മന്ദപ്പന് പുത്രതുല്യമായ സ്നേഹം പകർന്നു നൽകിയിരുന്നവരായിരുന്നു കതുവന്നൂരിലെ അമ്മായി. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും സ്നേഹവാത്സല്യത്തോടെയും മങ്ങാട്ടെ മരുമകനെ അമ്മായി സ്വീകരിച്ചിരുത്തി. അവർക്ക് സ്വന്തം മകനായ അണുക്കനും മന്ദപ്പനും രണ്ടല്ല ഒന്നായിരുന്നു. അമ്മാവൻ തന്റെ സ്വത്തുക്കൾ രണ്ടുപേർക്കും തുല്യമായി പകുത്തു നൽകി. കയ്യിൽ കാശില്ലെങ്കിലും ആണിന് വിലയുണ്ടാവില്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മായി കച്ചവടത്തിനുള്ള പണം നൽകി. മന്ദപ്പന്റെ മനം കവർന്ന ചെമ്പരത്തിയുമായി അവന് മംഗല്യം നടത്തിക്കൊടുത്തു. മന്ദപ്പന്റെ സ്വഭാവം അമ്മായി അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഒടുവിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞെടുത്ത് സ്വയം മരണം വരിച്ച മന്ദപ്പന് അവർ കണ്ണീരും കൈയുമായി ചിതയൊരുക്കി. ഇതിൽ നിന്നെല്ലാം അമ്മായിക്ക് മന്ദപ്പനോടുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതാനുള്ളത്. ഇതുപോലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ഏതൊക്കെയാണോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. ഇനി അടുത്തതിലെ ബി ചോദ്യം. മലമുകളിൽ മഞ്ഞു പെയ്തു, മഴ പോയി, വെയിൽ തിളങ്ങി. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മഞ്ഞു പെയ്തപ്പോൾ മഴ പോയി, കാലം കടന്നുപോയി, മലയിലാണ് വെയിൽ തിളങ്ങിയത്. എന്താണ്? കാലം കടന്നുപോയി എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. മഴച്ചിന്തുകൾ എന്ന കഥയാണ് തന്നിട്ടുള്ളത്.
ഇനി ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയിലൂടെ ചില മഴച്ചിന്തകൾ പഠിച്ചല്ലോ. മുകളിൽ വായിച്ച കഥക്ക് ഒരു ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ മുകളിൽ കൊടുത്തിട്ടുള്ള കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മേഘക്കീറുകൾക്കിടയിൽ നീങ്ങുകയായിരുന്നു മഴ. പെടുന്നനെ ഊർന്നിറങ്ങി നേർത്ത നൂലുകളായി, പിന്നെ ഇഴ പിരിയാത്ത ചരടായി. മണ്ണിന്റെ ദാഹം തീർന്നിട്ടും മരങ്ങളുടെ ഉള്ളു കുളിർത്തിട്ടും മഴ പെയ്തുകൊണ്ടേയിരുന്നു. വേനൽ ചുട്ടരിച്ച തലപ്പാവുകളിൽ പടർന്നു കയറുന്ന പച്ചപ്പ്, മണ്ണിനടിയിൽ നിന്ന് ഉറക്കം വിട്ടുണരുന്ന വിത്തുകൾ, കുളിര്, ഉറവ, നീരുറവകളുടെ ഘോഷയാത്ര, നീർച്ചാലുകൾ പരുപരത്ത പാറകളിൽ തട്ടിച്ചിതറി ദൂരേക്ക്. പുഴയുടെ മടിത്തട്ടിലെത്തിയത് മഴ അറിഞ്ഞതേയില്ല. തീരങ്ങളെ കവർന്നെടുത്ത് പിന്നെയും ചുവടെ വെക്കുകയായിരുന്നു പുഴ. അടർന്നു വീഴുന്ന ചുവരുകൾ, അകത്തളങ്ങൾ, ഗതിയറ്റ ജീവൽ തുടിപ്പുകൾ. പുഴക്ക് വേദനിച്ചു. പക്ഷെ മഴയ്ക്ക് പെയ്യാതിരിക്കാനാവുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? മഴ എന്ന് കേൾക്കുമ്പോൾ കുളിര് കോരുന്ന അനുഭവമാണെങ്കിൽ മഴച്ചിന്തുകൾ എന്ന അജിത പിയുടെ കഥ വായിക്കുമ്പോൾ മഴയ്ക്ക് ഭയാനകമായ ഭാവമാണ്, സങ്കടമഴയാണ്. മഴ എന്നും ഒരു അത്ഭുതമാണ്. മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും അതിൻ്റെതായ ഒരു ഭാവം മഴ ആർജിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ആഘോഷവും ആരവവുമായി പെയ്തിറങ്ങുന്ന മഴ തന്നെ കണ്ണീരിന്റെ നിലക്കാത്ത പ്രവാഹവുമായി പെയ്തിറങ്ങുന്നു. ശക്തമായ മഴയ്ക്ക് ഭീകരത പൂണ്ട മറ്റൊരു മുഖവുമുണ്ടെന്ന് മറ്റൊരു സത്യം. മണ്ണിന്റെ ദാഹം തീർന്നിട്ടും മരങ്ങളുടെ ഉള്ളു കുളിർന്നിട്ടും മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണെങ്കിൽ പോലും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമാണ് അല്ലേ? കാരണം നമുക്കറിയാം പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ഒരുപാട് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഭയം കൂടെയാണ് തരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ആസ്വാദനക്കുറിപ്പിൽ എഴുതി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് മനസ്സ് എന്ന് അർത്ഥം വരുന്ന പദം. ചിന്തം, അംഗം, ഹർഷം. ഏതാണ്? ചിത്തം എന്നുള്ളതാണ് ശരിയായ അർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവരും മലയാളമാണ് നന്നായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.